ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. അബദ്ധത്തിൽ നിയന്ത്രണ രേഖ കടന്ന BSF ജവാനെ കസ്റ്റഡിയിലെടുത്ത പാകിസ്ഥാൻ. ഫിറോസ്പൂരിലെ ഇന്ത്യ പാർക്ക് അതിർത്തിയിൽ വെച്ചാണ് നടപടി. ജവാന്റെ മോചനത്തിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സജു തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സജു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ജീന, അതായത് അബദ്ധത്തിൽ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം പോയി കഴിഞ്ഞ അല്ലെങ്കിൽ പോയ ഒരു BSF ജവാനെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സേന കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BSF ജവാനായിരിക്കുന്ന VK സിംഗിനെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സേന കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു. സേനാ നേതാക്കൾ തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചാബ് അതിർത്തി, ഇന്ത്യ പാകിസ്ഥാന്റെ പഞ്ചാബ് അതിർത്തിയിൽ നിന്നാണ് ഈ BSF ജവാനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അബദ്ധത്തിൽ ഇന്ത്യ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഇദ്ദേഹം എത്തി. അവിടെ നിന്നാണ് പാകിസ്ഥാൻ സൈന്യം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളടക്കം പാകിസ്ഥാൻ മാധ്യമങ്ങൾ അല്പസമയം മുൻപ് പങ്കുവച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധികൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ജവാനെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. എന്നാലും അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി നടപടികൾ ആരംഭിച്ചു, ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജീന, എപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ഈ BSF ജവാനെ എപ്പോഴാണ് പാകിസ്ഥാൻ പിടികൂടിയത് എന്നതിൽ എന്തെങ്കിലും വിശദീകരണം അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? ജീന, അതായത് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ ജവാനെ കസ്റ്റഡിയിലെടുത്തു എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ത്യയുടെ സ്ഥിരീകരണം അല്പസമയം മുൻപാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഏകദേശം 4:30 ഈ ജവാനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. എന്നാൽ ഇന്ത്യയുടെ സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അല്പസമയം മുൻപാണ് ഇന്ത്യയുടെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇദ്ദേഹം VK സിംഗ് എന്തായാലും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഒരു ശുഭകരമായ വാർത്ത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ചില നടപടികൾ അല്ലെങ്കിൽ നീക്കവുമായിട്ട് പാകിസ്ഥാൻ രംഗത്തിറങ്ങുന്നു. പ്രത്യേകിച്ച് വ്യോമ അതിർത്തികൾ അടയ്ക്കുന്ന ഒരു പ്രത്യക്ഷമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കവുമായിട്ട് പാകിസ്ഥാൻ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ BSF ജവാനെ കൂടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഒരു ആദ്യ പടി എന്ന വണ്ണം ഇന്ത്യക്കെതിരെ ഒരു നടപടിയുമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീന, എന്താണ് ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്താണ്? അതായത് കരുതലോടെ നീങ്ങാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ എടുക്കുക എന്ന് തന്നെയാണ് വേണം മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവൻ വെച്ച് നമുക്ക് കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം, നടപടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്താണ് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണമോ പ്രതികരണമോ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ജീന, സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം മാത്രമാണ് വന്നിരിക്കുന്നത്. BSF കേഡറിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ പഞ്ചാബ് അതിർത്തിയിലുള്ള BSF ജവാനായ VK സിംഗിനെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു സ്ഥിരീകരണം മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, സേനാ തലത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം അതായത് ഇന്ത്യ പാക് അതിർത്തിയിൽ പഞ്ചാബ് അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ഒരു കൃഷിയിടത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പാകിസ്ഥാൻ സേന കസ്റ്റഡിയിലെടുക്കുന്നത്. ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ, ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. പ്രത്യേകിച്ച് ഒരു നയതന്ത്ര നീക്കവുമായി ഇന്ത്യ രംഗത്തിറങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു അടിയന്തര ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടി കടുപ്പിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനിലെത്തിയ BSF ജവാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന. വിശദാംശങ്ങളാണ് സജു തോമസ് നൽകിയത്.